ഞാൻ നിങ്ങളുടെ സ്വന്തം മായ സുരേഷ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അന്നേരം ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നേക്കുന്നത്. അത് വേറൊന്നുമല്ല, നമ്മുടെ സോയാ ചങ്ക്സ്, അതായത് നമ്മുടെ ഇറച്ചി കറി പോലെ സോയാ ചങ്ക്സ് കറിയും വിത്ത് നമ്മുടെ 4 ലെയർ ചപ്പാത്തി, സോഫ്റ്റ് ചപ്പാത്തിയും. ഓക്കെ, അന്നേരം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോയാ ചങ്ക്സ് പച്ചവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഗ്യാസിൽ വെച്ച് പച്ചവെള്ളം ഒഴിച്ച് തിളപ്പിക്കുക. ഒരുപാട് തിളയ്ക്കരുത്, ജസ്റ്റ് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ പാത്രത്തിലേക്ക് മാറ്റുക. മാറ്റിയതിന് ശേഷം പച്ചവെള്ളം ഒഴിച്ച് നമ്മൾ നല്ലതുപോലെ പിഴിഞ്ഞ് മറ്റു പാത്രത്തിലേക്ക് മാറ്റുക. അതിന് വേണ്ട സാധനങ്ങൾ 7-8 സവാള, ഒരു ചെറിയ ഉള്ളി 1 കൈ, പിന്നെ തേങ്ങാക്കൊത്ത് 1 കൈ, 2 തക്കാളി, ഒരു 6-7 ഉരുളൻകിഴങ്ങ്, ഗാർലിക് ജിഞ്ചർ പേസ്റ്റും. ഗ്യാസിൽ ചീഞ്ചട്ടി വെച്ച് തനി വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഈ തേങ്ങാക്കൊത്തും ഒരു പച്ചമുളകും കൂടെ ഇട്ട് വഴറ്റി നല്ലതുപോലെ വഴറ്റി അത് മൂത്ത് വരുമ്പം നമ്മൾ ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് ഇടണം. അതിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം മൂത്തതിന് ശേഷം മാത്രം നമ്മൾ സവാള ഇടണം. സവാള ഇട്ടതിന് ശേഷം നമ്മൾ നല്ലതുപോലെ വഴറ്റണം. നല്ലപോലെ വഴറ്റിക്കൊണ്ടിരിക്കണം. അത് നല്ല രീതി വഴറ്റി നല്ല രീതി മൂത്തതിന് ശേഷം മാത്രമേ നമ്മൾ 2 കറിവേപ്പില ഇടണേ. അതിനിടയ്ക്ക് ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അതിന് വേണ്ട മസാലകൾ: 5.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, അത് കാശ്മീരി മുളക് പൊടിയാണേ, 3/4 ടീസ്പൂൺ ടെർമറിക്ക് മഞ്ഞൾപ്പൊടിയും, പിന്നെ മീറ്റ് മസാല 4 സ്പൂണ്. അന്നേരം ഇത്രയും മസാലകളും കൂടെ മിക്സ് ചെയ്ത്, ഇതെല്ലാം ഈസ്റ്റേൺ ഡേ ഞാൻ ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ വീട്ടിൽ പൊടിച്ചുണ്ടെങ്കിൽ അതെടുത്താൽ മതിയേ. പ്രത്യേകം ശ്രദ്ധിക്കണം, കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ചേർക്കേണ്ടത്. ഇതിന് ഒരുപാട് എരിവിട്ടാൽ ഇതിൻ്റെ ടേസ്റ്റ് കുറയും. മീറ്റ് മസാലയും മല്ലിപ്പൊടിയാണ് ഇത് നമുക്ക് കൂടുതലിടേണ്ടത് കേട്ടോ. ഇത് ഈ മസാലകളെല്ലാം കൂടെ ഇളക്കി നമ്മൾ ചീഞ്ചട്ടിയിലിട്ട് നല്ല രീതി വഴറ്റണേ. ഇത് വെളിച്ചെണ്ണ ഒഴിച്ചാണേ നമ്മൾ വഴറ്റുന്നത്, വേറെ എണ്ണ ഒഴിക്കരുത്, ടേസ്റ്റ് കുറയും. നല്ലപോലെ വഴറ്റിയതിന് ശേഷം നമ്മൾ തക്കാളി ഇടണം. തക്കാളിയും കൂടെ ഇട്ട് നല്ലതുപോലെ വഴറ്റണം. നമ്മൾ ഈ മസാല നല്ലപോലെ അങ്ങ് വേവണം, വഴറ്റി കേട്ടോ. ചെറുതീയിലിട്ടിട്ട് വേണം ഇത് വഴറ്റാനേ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. വഴറ്റിയതിന് ശേഷം നമ്മൾ ഉരുളൻകിഴങ്ങ് ഇടുന്നു. ഉരുളൻകിഴങ്ങ് കൂടെ ജസ്റ്റ് ഒന്ന് മസാല പിടിക്കാനൊന്ന് ചൂടാക്കിയൊന്ന് വഴറ്റുന്നു. മണമാണ്, നല്ല ഇറച്ചിക്കറിയുടെ മണമായി വരുന്നത് നമുക്ക് ഈ വയറ്റുമ്പം തന്നെ. അതിനുശേഷം നമ്മൾ പിഴിഞ്ഞ് വെച്ചേക്കുന്ന സോയാബീൻ ഇട്ട് നല്ലതുപോലെ ജസ്റ്റ് ഒന്ന് വഴറ്റുന്നു. ഈ സോയാബീൻ അധികം വേവില്ല കേട്ടോ, അതുകൊണ്ട് നമ്മൾ കുറച്ച് വേവാകുമ്പോഴേ ഇനി എടുത്തോണേ. നമുക്കിനി ഇത് ഉരുളിയിലേക്ക് തട്ടിയിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാം. ഓക്കെ, ആവശ്യത്തിന് ഉപ്പൊഴിക്കുക. ആവശ്യത്തിന് ഉപ്പൊഴിച്ച് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കാവേ. ഒരുപാടങ്ങ് വെള്ളം ഒഴിക്കാതെ കുറച്ച് വെള്ളം ഒഴിക്കണം. ഇത്ര മതി. കാരണം ഓൾറെഡി വെള്ളം അത് അബ്സോർബ് ചെയ്യും. അന്നേരം പിന്നെ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതങ്ങ് ഭയങ്കര വെന്ത് പോകും കേട്ടോ. പെട്ടെന്ന് വേവുന്ന സാധനം. കുക്കറിലും വെക്കാം കേട്ടോ. കുക്കറിലാണെങ്കിൽ ഇത് എടുത്ത് ഇത്രയും മസാല ഇട്ടിട്ട് നമ്മൾ കുക്കറിൽ ഒരു ഒറ്റ വിസിൽ വരുമ്പോഴത്തേന് ഇത് വാങ്ങി വെക്കണേ. വാങ്ങി വെച്ചിട്ട് പിന്നെ നമ്മൾ കടുക് വറുത്താൽ മതി. കുക്കറിലായാലും വെക്കാം നമുക്കിത്. നമ്മൾ നല്ല രീതിയിൽ ഇളക്കണം കേട്ടോ, ഇളക്കി വെക്കണം. ഇനി ഇത് വേവട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. ചപ്പാത്തി ഉണ്ടാക്കാൻ ആശീർവാദ് ആട്ടയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആശീർവാദ് ആട്ടയെടുത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് നല്ലതുപോലെ ഇളക്കുക. നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമ്മൾ നല്ലപോലെ ഇളക്കി, എല്ലാ വശവും നല്ലപോലെ ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളം തളിക്കണേ. വെള്ളം തളിച്ച് വേണം ഇളക്കാൻ. ഒരുപാട് വെള്ളം എടുത്ത് ഒഴിക്കരുത്, നമുക്ക് ആ രീതിയിലുള്ള നല്ല ചപ്പാത്തി കിട്ടത്തില്ല. തളിച്ച് നല്ല രീതിയിൽ ഇളക്കി എല്ലാ സൈഡും നല്ലതുപോലെ നല്ലതുപോലെ ഇളക്കണം. നല്ലതുപോലെ ഇളക്കണേ. നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമ്മൾ ഗോൾഡ് വിന്നർ എണ്ണ ഒഴിക്കണം, 1 സ്പൂണ് കേട്ടോ. 1-2 സ്പൂൺ ഒഴിച്ച് തിരിച്ച് കുഴപ്പമില്ല. ഗോൾഡ് വിന്നർ എണ്ണ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് അങ്ങ് നല്ലതുപോലെ ഉരുട്ടി
ഞെവിടി നല്ലതുപോലെ ഉരുട്ടണം. ഇങ്ങനെ കണ്ടില്ലേ, ഈ രീതിയിലേക്ക് നമ്മൾ കുഴച്ചെടുക്കണേ. ഉരുട്ടിയതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ 1 സ്പൂണ് മുകളിലൊഴിക്കണം. വെളിച്ചെണ്ണയാണ് ലാസ്റ്റ് നമ്മൾ മുകളിലൊഴിച്ച് ജസ്റ്റ് ഉരുട്ടി അമുക്കി ആ പാത്രത്തിൽ അങ്ങ് വെക്കുക. നമ്മൾ എന്നിട്ട് അടച്ച് വെക്കണേ. നമ്മുടെ സോയ ചങ്ക്സ് കറി റെഡി ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണേ. എപ്പോഴും ഇത് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. കാരണം നമ്മൾ കുറച്ച് വെള്ളം വെച്ചിട്ടില്ലേ ഇത് വേവിക്കുന്നേ. ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. എന്താ ഒരു മണം, നല്ല ഇറച്ചിക്കറിയുടെ മണമാണ്. നമ്മളിത് ഒരിക്കലും ഇത് സോയാ ചങ്ക്സ് ആണെന്ന് ആരും പറയത്തില്ല. കണ്ട ഒരു ബീഫ് കറിയാണേ പറയൂ. കണ്ടാൽ ആ ടേസ്റ്റുമാണ് വരുന്നത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇത്. ഇനി നമുക്ക് കടു വറുക്കാൻ പോകാം. നമുക്ക് കടു താളിക്കാൻ തനി വെളിച്ചെണ്ണ ഒഴിച്ച് കടുവിട്ട് ലാസ്റ്റ് കടു വറുത്തിട്ടതിന് ശേഷം നമ്മൾ ആ മുകളിലുള്ള അടപ്പ് പാത്രം കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചേക്കണം. എന്തിനാണെന്നറിയാമോ? ഈ കടു വറുക്കുന്നതിൻ്റെ മണം അതിനകത്ത് തന്നെ തങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ ആ മണം അങ്ങ് പോകത്തില്ലേ നമ്മൾ തുറന്ന് വെച്ചിരുന്നാൽ. വറ്റൽമുളകും ചെറിയ ഉള്ളിയും കറിവേപ്പില ഇട്ട് നമ്മൾ കടു വറുക്കണം. ഇത് നോൺ വെജ് കഴിക്കുന്നവർക്കും വെജ് കഴിക്കുന്നവർക്കും പറ്റിയ ഒരു അടിപൊളി കറിയാണ് ഈ സോയാ ചങ്ക്സിൻ്റെ ഇത് ചോറിൻ്റെ കൂടെയും കഴിക്കാം, ദോശയുടെ കൂടെയും കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം, എല്ലാത്തിൻ്റെ കൂടെ ഈ കറി കഴിക്കാം. വളരെ ടേസ്റ്റിയാണ്. ഇറച്ചിക്കറി പോലെ ഇരിക്കുവാണ്. സോയാ ചങ്ക്സ് ആണ് പറയത്തേ ഇല്ല. കടു വറുത്തത് നല്ലപോലെ മൂത്ത്. നമുക്ക് ഇതിനകത്തോട്ട് താളിച്ചാലോ? നല്ല അടിപൊളി മണം കേട്ടോ. ഞാൻ എപ്പോഴും കടു വറുക്കുമ്പോൾ ലാസ്റ്റ് ഉണ്ടല്ലോ ആ കറി എടുത്ത് ഇങ്ങനെ കൂടെ ഒന്ന് താളിക്കും. അന്നേരം എന്തോന്നറിയാമോ, ആ മണം അങ്ങനെ നിൽക്കും. നമുക്ക് കടു വറുത്തിട്ട് ആ അടപ്പ് പാത്രം വെച്ച് മൂടി വെക്കണം. ഒരു 2 മിനിറ്റ്സ് മൂടി വെക്കണം. എന്നാലേ ആ മണം അതിനകത്ത് നിൽക്കത്തോളം. ഇനി നമുക്ക് ചപ്പാത്തി പരത്താൻ പാം. ഓക്കെ, ഇങ്ങനെ ചെറിയ 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 ബോളാക്കി ചെറുതായിട്ട് ഉരുട്ടി ഇടണം. ആ മാവുകളെല്ലാം ചെറുതായിട്ട് ചെറുതായിട്ട് ഉരുട്ടി കൈവച്ച് ഇത് നമ്മൾ ബോൾ പോലെ ഉരുട്ടി ഇടണം. കണ്ടോ, ഇത്രയും നേരം നമ്മളിത് എണ്ണ ഒഴിച്ച് കുഴച്ച് വെച്ചപ്പം ആ എണ്ണയെല്ലാം വെളിച്ചെണ്ണയെല്ലാം അതിൽ പിടിച്ച് മാവും എണ്ണയും കൂടെ നല്ല സ്മൂത്തായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കണം മാവ്. എന്നിട്ട് വേണം നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ. എന്താ ഒരു മണം! ഞാൻ മിക്കവാറും ഈ ആശീർവാദ് ആട്ടയിലാണ് ഇത് ചെയ്യുന്നത്. ചെറുതായിട്ട് പൊടിയെടുത്ത് നമ്മൾ തടവി ഇങ്ങനെ ചെറുതായിട്ട് ഉരുട്ടി നമ്മൾ പരത്തണം. നന്നായി പരത്തണേ. നല്ലതുപോലെ പരത്തിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? അതുണ്ടെങ്കിൽ നല്ലതുപോലെ പരത്തണം. പരത്തിയതിന് ശേഷം നമ്മൾ ഗോൾഡ് വിന്നർ എണ്ണ ഒഴിക്കണം കേട്ടോ. ഒരു ലെയർ പരത്തിയതിന് ശേഷം നമ്മൾ ഗോൾഡ് വിന്നർ എണ്ണ സ്പൂണ് കൊണ്ടൊഴിച്ച് ഇങ്ങനെ തടവി എല്ലായിടം പിടിപ്പിച്ചതിന് ശേഷം നമ്മളത് മടക്കുന്നു. പിന്നെ അടുത്ത ലെയറിൽ നമ്മൾ കുറച്ച് ഗോൾഡ് വിന്നർ എണ്ണ ഒഴിച്ച് തടവിയതിന് ശേഷം അത് മടക്കി നല്ലതുപോലെ അങ്ങനെ മടക്കി അതിനകത്ത് കുറച്ച് പൊടിയിട്ട് നമ്മൾ പരത്തുന്നു. അപ്പോൾ തന്നെ അത് 4 ലെയർ ആയിട്ടുണ്ട്. പരത്തുന്നു നല്ലതുപോലെ എല്ലാ സൈഡും പരത്തണേ. എല്ലാ സൈഡും നല്ലതുപോലെ പരത്തണം. ഇത് നല്ല ടേസ്റ്റ് ചപ്പാത്തി കേട്ടോ. നമുക്കിത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും വലിയവർക്ക് കഴിക്കാനും ഒക്കെ നല്ല രുചിയുള്ള ചപ്പാത്തിയാണ് ഇത് കേട്ടോ. ഇങ്ങനെ പരത്തി നമ്മളിടണേ.
എന്നിട്ടൊരു ശകലം നമ്മൾ എണ്ണ തടവണേ. എണ്ണ തടവിട്ട് ഇതിങ്ങനെ മറിച്ചിടണം. നല്ലതുപോലെ അത് പൊള്ളി വരും. രണ്ട് സൈഡും നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് വേവിക്കണേ ചപ്പാത്തി. ഒരുപാട് വലിയ തീ ഇടല്ലേ. ആദ്യം ഒന്ന് തീ കൂട്ടി ഇട്ടിട്ട് പിന്നെ ചെറുതീയിലാണ് ചപ്പാത്തി വേവിച്ചെടുക്കുന്നത് നമ്മൾ കേട്ടോ. നല്ലതുപോലെ ചപ്പാത്തി രണ്ട് സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് വേവിക്കണം. നല്ലതുപോലെ പൊള്ളി കണ്ട നല്ല മണം. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ. ചപ്പാത്തി വെന്തതിന് ശേഷം നമ്മൾ ഹോട്ട് ബോക്സിലോട്ടിടണം. തിരിച്ചും മറിച്ചും ചൂടാക്കി വെന്തതിന് ശേഷം നമ്മളത് ഹോട്ട് ബോക്സിലോട്ടിടണം. അപ്പോൾ നമ്മുടെ 4 ലെയർ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ചപ്പാത്തി ആയിട്ടാ കണ്ട. നല്ല പഞ്ഞി പോലെ ഇരിക്കും കണ്ട. ലെയറായിട്ട് കണ്ട പഞ്ഞി പോലെ ഇരിക്കും നമ്മുടെ ചപ്പാത്തി. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ. എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് കറി വിളമ്പാം. ഓക്കെ. എന്താ മണം. തനി ഇറച്ചിക്കറി കേട്ടോ. ഇത് സോയാ ചങ്ക്സ് ആണെന്ന് ആരും പറയത്തില്ല. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ. സോയാ ചങ്ക്സ് കറിയും ചപ്പാത്തിയും റെഡി ആയിട്ടുണ്ട്. എന്താ മണം. എനിക്ക് കൊതിയാവുന്നു. ബാ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ബാ. സൂപ്പർ ടേസ്റ്റ് കേട്ടോ. സൂപ്പർ ടേസ്റ്റ്. ഇത് കൊതിയാവുന്നു കഴിക്കാൻ. എന്നിട്ട് എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ ബീഫ് കറി വെച്ചോണ്ടിരിക്കുക. സോയാ ചങ്ക്സ് കറി എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. അതേപോലെ ഈ 4 ലെയർ ചപ്പാത്തിയും കൂട്ടി ഈ ബീഫ് കറി കഴിക്കണം. വളരെ ടേസ്റ്റ് കേട്ടോ. പറയാതിരിക്കാൻ വയ്യ. നിങ്ങളെല്ലാം പരീക്ഷിച്ച് നോക്കണേ. പരീക്ഷിച്ച് നോക്കിയിട്ട് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ കാണുന്നവരെല്ലാം എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് ഇനി അടുത്ത വീഡിയോയിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇത്രയും സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്കെല്ലാം ഒരുപാട് നന്ദി. എന്നാലും വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. എനിക്ക് കൊതിയാവുന്നു കഴിക്കാൻ കേട്ടോ. വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അടുത്തൊരു നല്ല റെസിപ്പിയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉടനെ എത്തുന്നതാണ്. ഓക്കെ, ബൈ.